ഹായ് വ്യൂവേഴ്സ്, ആർജെ തേരാവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് സൺഡേ വെളുപ്പിനെ 4:30 അപ്പം ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ച്. ഇവിടുന്ന് ഒരു 350 കിലോമീറ്റർ ഒരു മന്ദിരം, തനോട്ട് മാതാ ദേവി മന്ദിരം, പിന്നെ ജയ്സൽമീർ ആ പ്ലേസിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കൂടെ. അതുകൊണ്ട് അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടക്കുന്നു. അപ്പം 6 മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങണമെന്ന് വിചാരിക്കുന്നു. അപ്പം പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കാണാം. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പൂരി എടുക്കാമെന്ന് വെച്ചാൽ പൂരിക്ക് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഉച്ചക്കലത്തേക്ക് കുറച്ച് ചിക്കൻ ബിരിയാണി ആക്കാമെന്ന് വെച്ച് ചിക്കനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അരി എടുത്ത് വെച്ചേക്കുന്നുള്ളൂ, ആയില്ല. ഞങ്ങൾ പൂരി ഉണ്ടാക്കുവാണ്. പൂരിയും കിഴങ്ങറിയൊക്കെ പാക്ക് ചെയ്ത് പൂരി ഇനിയും ഉണ്ടാക്കിയാൽ പൂരിയും കൂടെ ഉണ്ടാക്കി എടുത്തിട്ട് നമ്മൾ റെഡിയാവും. അങ്കിത്തും അബിയൊക്കെ എണ്ണീറ്റ് റെഡി ആവുന്നു. ഇപ്പം 5 മണിയാവുന്നു, 5 മണിയായി. അപ്പം നമ്മളിപ്പോൾ 6 മണി കഴിഞ്ഞ് 6:15 ആവുന്നു. അപ്പോഴത്തേക്ക് നമ്മൾ റെഡിയായി. അങ്കിത്തും അബിയും ഞാനും അച്ഛനും റെഡിയായി. ഞങ്ങൾ ഇറങ്ങാൻ പോവാ. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ രാവിലെ ഇറങ്ങി. 6:30 ആയി. ഇപ്പം നമുക്കൊരു 389 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഒരു ഉച്ചയ്ക്ക് ആവും അങ്ങ് ചെല്ലാൻ. തണുപ്പായതുകൊണ്ട് ഇവിടെ നേരം വെളുത്തൊന്നുമില്ല, വെട്ടമൊന്നും ആയി വരുന്നില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ പോവാണ്. അപ്പം നല്ലൊരു പാലം കണ്ട് പാലത്തിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഈ പാലത്തിൻ്റെ 2 സൈഡിലും ഇതുപോലെ നമ്മുടെ ഫ്ലാഗിൻ്റെ കളറിൽ ഇങ്ങനെ ലൈറ്റ് ഇട്ടേക്കുന്നു. അടിപൊളിയുണ്ട് കാണാനും. നമ്മളിപ്പോൾ പോകുന്നത് ജയ്സൽമീറിലാണ്. ജയ്സൽമീറിൽ നിന്ന് പിന്നെ അവിടുത്തെ ഒരു അമ്പലമുണ്ട്, തനോട്ട് മാതാ ദേവി മന്ദിരം. അപ്പോൾ അങ്ങോട്ടും കൂടെ പോകണം. അങ്ങോട്ട് പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ ഇനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ആടി അങ്കിട്ട് അബി ഓരോ ഉറക്കം കഴിഞ്ഞ് അബി ഉറങ്ങി എണീറ്റില്ല. അല്ല, സ്ലീപ്പിംഗ്. അബി എണീറ്റ്, അങ്കിത്ത് എണീറ്റ് 7:15 കഴിഞ്ഞ് 125 കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ എത്തേണ്ടത് സമയം ഇനിയും 12:15, ഉച്ചയ്ക്ക് 12:15 കാണിക്കുന്നത്. പിന്നെ 5 മണിക്കൂറോടുകൂടെ നമുക്ക് ചെല്ലാനുണ്ട്. ശംഭൂർ ബാംബൂർ കുറെ ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നത്. വീട്ടുകാരുണ്ടോ കൂടെ? നമ്മൾ പതുക്കെ പോയാൽ മതി, അവർക്ക് പോകാനുള്ള സമയമുണ്ട്. ഒരാളവിടെ വെയിറ്റ് ചെയ്തു. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അങ്കിത്തും അബി എന്ത് കഴിക്കുന്നു? പൂരിയും കറിയും കഴിക്കുന്നു, മുളകച്ചാറും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര തിരിച്ച് വീണ്ടും 12:45 സമയം. 342 കിലോമീറ്റർ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ പോവാണിനി. നേരം വെളുത്ത് 8 മണിയായി. ഇപ്പം വെയിലൊന്നും ആയില്ല, തണുപ്പായതുകൊണ്ട്. സൂര്യനൊക്കെ വരുന്നതേ ഉള്ളൂ. പൊക്രാൻ 103 കിലോമീറ്റർ. നോക്ക്, നമ്മളിപ്പോ പോകുന്ന സ്ഥലം കുയിജോത. ഇവിടെ നമ്മൾ പോകുന്ന വഴിക്കില്ല കൂടുതലും മലകൾ, കൂടുതലൊന്നും ഇല്ല, കുറച്ചൊക്കെ മലകളൊക്കെ ഉണ്ട്. ഇതൊക്കെ പാറ വെട്ടിയാണ് വഴിയൊക്കെ വെച്ചേക്കുന്നത്. ഇവിടെ ദൂരെ നമുക്ക് വിൻഡ് മില്ലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അബി വിൻഡ് മിൽ ഓർഡറാ? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി നമുക്ക് പാസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അത് ഇലക്ട്രിസിറ്റി കൺവേർട്ട് ചെയ്യും. ഇവിടെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് റെഡ് സ്റ്റോൺ അല്ലേ, അപ്പൊ അതൊക്കെ കട്ട് ചെയ്തോണ്ടിട്ടേക്കുന്നത് ബിൽഡിങ്സിനൊക്കെ. സുവർണ നഗരി എന്ന് പറയും. ഗോൾഡൻ ഫോർട്ട് ഒക്കെ അവിടെ ആണെങ്കിൽ ഇവിടെ ഈ നമുക്ക് ഈ ചെടികൾ മാത്രമേ കാണാൻ പറ്റും. ഇവിടെ മുള്ളുള്ളത് മാത്രം. हाइड्रो इलेक्ट्रिसिटी का यूज करके फिर हम उसे
करते हैं इलेक्ट्रिसिटी में, फिर हम उसे यूज करते हैं। वाओ, मुझे पता ही नहीं। हाँ नहीं पता हमें पता लगा वैसे तो ये कोई मुझे बात पर भूल गया। नहीं जब भी कैमरा देखो, कैमरा पीछे ही है। हेलो मम्मी। हेलो, हाउ इज योर ट्रिप? अभी तक तो ठीक ठाक ही चल रहा है। अब जिसकी मुझे भी मेरा ओपिनियन सही कर। अभी तक सही चल रहा നോക്കൂ ഇവിടെ എല്ലാം ഇങ്ങനെ ടൈൽസ് കല്ല് മുറിക്കുന്ന സ്ഥലങ്ങളാണ്. है। श्री बालाजी टेम्पल। ഈ ഒരു ഏരിയ മൊത്തം അതായിരിക്കും അല്ലേ? പിന്നെ വലിയ ക്രെയിനൊക്കെ ഉപയോഗിച്ചിട്ട് പൊക്കി എടുത്തോണ്ട് മാറ്റുന്നത്. വന്നത് ഷേർഗഡ്. നമ്മൾ ഇവിടുന്ന് റൈറ്റ് ടേൺ ചെയ്ത് പോവാനാണ് പറയുന്നത്. നേരെ പോയി അങ്ങോട്ട് പോകുന്നത്. Continue on National Highway 125 for 24 kilometers. ഇതാ നാഷണൽ ഹൈവേ 125. അभी 310 കിലോമീറ്റർ. ഇവിടെ കാണുന്ന ചെടിയാണ് കൂടുതൽ എരിക്കിന്റെ ചെടിയും പിന്നെ മുള്ളുള്ള ചെടിയും. റോഡ് രണ്ട് സൈഡിലും എരിക്ക് മാത്രമേ ഉള്ളൂ. എരിക്കിന്റെ ചെടിയും മുള്ളുള്ള മരം. ജയ്സൽമീർ അല്ല, നമ്മുടെ തനോട്ട് മാതാ മന്ദിരത്തിലോട്ട് എത്താന്. അത് ജയ്സൽമീറിൽ നിന്ന് ഒരു 120 കിലോമീറ്റർ കൂടെ ഉണ്ട് അങ്ങോട്ട് പോകാൻ. അപ്പൊ നമുക്കിനി ജയ്സൽമീറിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 180 കിലോമീറ്റർ. Turn left onto Jetalia. 180 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ജയ്സൽമീർ എത്തും. അവിടുന്ന് ഇനി ഒരു 120 കിലോമീറ്റർ പോകണം അമ്പലത്തിൽ പോകാന്. നമ്മളിങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് ഇവിടുത്തെ പ്ലാന്റ്സ് വെജിറ്റേഷൻ ഒക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് അങ്ങനെ നമ്മള് പിന്നെ ലെഫ്റ്റ് എടുത്ത് ഇനി നമ്മൾ അങ്ങോട്ട് പോവാണ്. പോകുന്ന വഴിയാണ് ഇത്. 186 ഗാന്ധിധാം 604 കിലോമീറ്റർ കാണിക്കുന്നത്. സാൻചോ 272. രാജസ്ഥാന്റെ വെസ്റ്റേൺ പാർട്ടാ. അപ്പം ഗുജറാത്തിന്റെ സൈഡിലോട്ട് വരുമായിരിക്കും. ഇവിടെ നീൽഗായ് നിൽക്കുന്നത്. നീൽഗായ് കണ്ടാ നിൽക്കുന്നത്. തനോട്ട് 279 കിലോമീറ്റർ. സാൻഡൂൺ 199 കിലോമീറ്റർ. ഭാരത്മാല റോഡോ? ഭാരത്മാല റോഡ് മാലയോ? ഈ ജയ്സൽമീറിലോട്ടുള്ള വഴിയിൽ പോകുമ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ മരങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വില്ലേജുകളൊക്കെ കാണാൻ പറ്റും. ഇത് കൃഷിക്കാക്കിയിട്ടേക്കുന്ന സ്ഥലമാണ്. അവിടെ മണല് ജയ്സൽമീർ എന്ന് പറയുന്നത് താർ ഡെസേർട്ടിന്റെ ഭാഗമില്ലയോ? നമ്മളിപ്പോ താർ ഡെസേർട്ടിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് പിന്നെ 120 കിലോമീറ്റർ ദൂരമുണ്ട് തനോട്ട് മാതാ മന്ദിർ. അതെന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാന്റെ ബോർഡറിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അമ്പലം. ഇവിടുത്തെ മണ്ണ് ഇപ്പൊ ഒരു മഞ്ഞ നിറമായിട്ടുണ്ട്. ജയ്സൽമീറിനെ നമ്മൾ ഗോൾഡൻ സിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഇവിടുത്തെ മണ്ണിന്റെ നിറവും മാറുന്നുണ്ട്, ബിൽഡിങ്ങുകളുടെ കളറും മാറുന്നുണ്ട്. ഇതൊക്കെ രണ്ട് സൈഡിലോട്ട് വിശാലമായിട്ടുള്ള സ്ഥലം ഇങ്ങനെ വെറുതെ കിടക്കും. അവിടെ വീടുകളും ആൾക്കാരും താമസമൊന്നുമില്ല. വണ്ടി ഇങ്ങനെ ആരാംസെ 110 120 എന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീടുകളൊന്നുമില്ല, ആൾക്കാരൊന്നുമില്ല ഇവിടെ. രാത്രിയിലൊക്കെ വന്നാലും ഒറ്റപ്പെട്ടു വീടില്. രാത്രിയിലൊക്കെ വരുമ്പോ ഇവിടെ പോസ്റ്റിലെ ലൈറ്റ് കൊണ്ടില്ല തോന്നുന്നില്ലേ? പോസ്റ്റിൽ
ഉണ്ട് കേട്ടോ. എന്തോ കൃഷിയായിരുന്നു ഇപ്പോൾ ഡെസേർട്ട് കുറവാണ് ഇവിടെ. കൃഷി ചെയ്യാൻ തയ്യാറാക്കി ഇട്ടേക്കുന്നുണ്ട്. സോളാർ പവറിന്റെ ഇത് വെച്ചിട്ടുണ്ട്. ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ടായിരുന്നു. വിൻഡ് മില്ലുണ്ട്. മാക്സിമം സ്ഥലം അവർ കൃഷിക്ക് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പരമാവധി കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. വിൻഡ് മില്ല് വെച്ചിട്ട് ലൈറ്റ് ഉണ്ടാക്കുക, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനും സോളാറിൻ്റെ ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഉണ്ട്. അത് ഇവരുടെ സ്ഥലക്കാരും കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ താമസിക്കുന്നതൊക്കെ ആയിരിക്കും. പിന്നെ കുറേ ആട്ടിൻകൂട്ടങ്ങളൊക്കെ ഉണ്ട്. മണ്ണിന്റെ കളറ് വെള്ള നിറമായി. ഇപ്പോൾ ഇത് പൂഴി മണലല്ല, നല്ല തരിയുള്ള മണ്ണാല്. നമ്മുടെ അവിടത്തേക്ക് ആണെങ്കിൽ മണ്ണിന് പറ്റിയാൽ ചെളിയാവുന്ന മണ്ണ, വെള്ളം വീണ് കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത സ്ഥലം പൊടി മണ്ണാത്. അതിനകത്ത് തന്നെ കറണ്ട് ആക്കി മാറ്റുമോ അത്? സൂര്യൻ ഉച്ചയിലോട്ടാവാൻ ഞങ്ങൾ വിൻഡ് മില്ലിൻ്റെ അടുത്ത് വന്ന് വണ്ടി നിർത്തി. ഇത് കറങ്ങുന്നുണ്ട് കേട്ടോ. ചെറിയ കാറ്റേ ഉള്ളൂ. വെയിലുള്ളതുകൊണ്ട് വലിയ തണുപ്പുമില്ല. ഇത് പതുക്കെയാണ് കറങ്ങുന്നത്. എത്ര വലിയ കാറ്റടിച്ചാലും ഇത്രയും സ്പീഡിൽ ഇത് കറങ്ങത്തുള്ളെന്ന് തോന്നുന്നു. എത്ര വലുതാണ് ഇത്. വീണ്ടും ചെറിയൊരു വില്ലേജിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത്രയും മാത്രമേ കടകളും വീടുകളൊക്കെ ഇവിടെ ഉള്ളു ഇടയ്ക്കിടയ്ക്ക് കാണുന്നത്. പിന്നെ മൊത്തം രണ്ട് സൈഡ് ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. കാലി മരങ്ങൾ മാത്രം, ചെറിയ ചെറിയ മരങ്ങൾ മാത്രം ഇതുപോലെ. ഇനി അങ്ങോട്ട് ഇതുപോലെ ചുമ്മാ കിടക്കുന്ന സ്ഥലങ്ങളായിരിക്കും. ഇനി കുറച്ച് ഒരു 10-15-20 കിലോമീറ്റർ കഴിയുമ്പോൾ കുറച്ച് വീടുകളൊക്കെ കാണുമായിരിക്കും. വീടുകളല്ല, കുറച്ച് കടകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമായിരിക്കും.
വെയിറ്റിംഗ് ഫോർ വെഹിക്കിൾസ്. No. This is called a match area. കിളികൾക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം. ഈ സംഭവം ഉണ്ടല്ലോ, ഈ മണ്ണ് കൊണ്ടിട്ടാണ് ഇവിടെ ഇനി റേത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. ഇങ്ങനെ നമ്മൾ ജയ്സൽമീറിന്റെ ദൂസര പേര് സ്വർണ്ണ നഗരി, സ്വർണ്ണ നഗരി, ഗോൾഡൻ സിറ്റി, സ്വർണ്ണ നഗരി, ആഗമൻ പർ ഹാർദിക് സ്വാഗതം. സ്വർണ്ണ നഗരിയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു, ജയ്സൽമീർ. നമുക്കിനി നമ്മൾ അമ്പലത്തിലോട്ട് എത്താൻ 130 കിലോമീറ്റർ ഉണ്ട്. 12 ആകുമ്പോഴത്തേക്ക് സമയം കാണിക്കുന്നുണ്ട്. ഗോൾഡൻ സിറ്റി. ഇവിടെ മണ്ണെല്ലാം മഞ്ഞ നിറം, വീടുകളെല്ലാം മഞ്ഞ നിറം. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. മഞ്ഞ 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 കണ്ടോ, കല്ലുകളെല്ലാം മഞ്ഞ നിറത്തിൽ കിടക്കുന്നത്. ഗോൾഡൻ സിറ്റി. സിറ്റി ആയില്ല, സിറ്റി ആവുന്നത്. National Highway 68. പോക്കരനടേ, പൊക്രാൻ, ജയ്സൽമീർ പോക്കരൻ, ഹിന്ദിയിൽ Next പോക്കരൻ. left is stay on National Highway 68. പൊക്രാൻ, ജയ്സൽമീർ 5 കിലോമീറ്റർ ലെഫ്റ്റ്. Continue on National Highway 68 for 3 kilometers. मुझे मेरा match नहीं दिला. ജയ്സൽമീർ സിറ്റി. ഇതുകൂടെ ഒരു വണ്ടി കൊണ്ടുവന്നേ. വഴി ക്രോസ് ചെയ്ത് നിൽക്കുന്നു. തേച്ച് മുടിക്കുന്നു. നമുക്ക് ജോധ്പൂർ പോകണമെങ്കിൽ നേരെ 278, തന്നോട്ട് 123 കിലോമീറ്റർ. 125. Ramgarh, Tannod. Continue on National Highway തന്നോട്ട് 68 for 4 123, രാംഗഡ് kilometers. 69, മുക്കാല 30. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് അങ്ങോട്ട് അതുവഴിയാണോ പോകുന്നത് നമ്മള്? ജയ്സൽമേറിലല്ല, അതപ്പോ തിരിച്ചു പോകും. ജയ്സൽമേർ ആ കാണുന്നതാണ് ജയ്സൽമേർ കില്ല. ഓണ്ട ലെഫ്റ്റ് സൈഡ് വീട്ടിലോട്ടൊന്ന് സൂം ചെയ്ത് കാണിച്ചത്. കാണത്തില്ല, പോകാം. ഫോണിനകത്ത് കാണത്തില്ലടാ. ജയ്സൽമേർ കില്ല. അങ്ങ് അറ്റത്ത് നമുക്ക് ജയ്സൽമീർ ഫോർട്ട് കാണാൻ പറ്റും. ആ കാണുന്നത് ആണ്ടത്. ഫോഗാണ്ട് ക്ലിയർ അല്ല, നമുക്ക് പിന്നെ തുഴി അങ്ങോട്ട് പോവാം. Hello bike wala uncle. കണ്ടോ കണ്ടോ, മഞ്ഞ മഞ്ഞ നിറം, മഞ്ഞ മഞ്ഞ മഞ്ഞുകൾ. Plane ऊपर चढ़ता हुआ जा रहा है. In 600 meters, keep right to continue on National Highway 68, National Highway 968. ये पानी डाल रहे रोड पे. है ना गाड़ी? ഇവിടെ കൂടുതൽ ഇനി നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നേ. ഇവിടെ 2 പ്രൊജക്ട് ഉണ്ട്. തന്നോട്ട് ഇവിടെ സോളാർ പ്രൊജക്റ്റും വിൻഡ്. നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ വെള്ളം ഉള്ളത് കൊണ്ട് വെള്ളത്തിൽ നിന്ന് കണ്ടെടുക്കാം. ഇവിടുത്തെ വിൻഡ് മില്ല് ഇച്ചിരി വ്യത്യാസമുണ്ട്, ചെറുതാ കുറച്ചും കൂടെ. കുറച്ചാണ്, പിന്നെ ഇതിന്റെ പോളും വ്യത്യാസമുണ്ട്. നമ്മുടെ വണ്ടി 40,000 കിലോമീറ്റർ ഓടി എത്തിയിട്ടുണ്ട്. വണ്ടി എടുത്തിട്ട് ഇപ്പൊ 5 വർഷമായി. നമ്മൾ 40,000 കിലോമീറ്റർ ഓടി എത്താൻ 5 വർഷം എടുത്തു. രാജസ്ഥാൻ മുതൽ കേരള വരെയുള്ള എല്ലാ സ്റ്റേറ്റിൽ കൂടെ പോയിട്ടുണ്ട്. നമ്മളിപ്പം രാംഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. ഇനി നമുക്ക് ഇവിടുന്ന് അമ്പലത്തിന്റെ അടുത്തോട്ട് 54 കിലോമീറ്റർ ഉള്ള അമ്പലത്തിന്റെ അടുത്തോട്ട് എത്താൻ. രാംഗഡ് എന്ന് പറഞ്ഞ സ്ഥലമെത്തി. ഇത് ചെറിയൊരു സിറ്റി പോലാന്ന് തോന്നുന്നു.
ഇവിടെ താമസിക്കാൻ ഹോട്ടലുകളൊക്കെ ഉണ്ട്. വരുന്നവർക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റും. ഇവിടുന്ന് പിന്നെ 50 കിലോമീറ്ററേ ഉള്ളൂ. ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയൊരു സിറ്റിയാ. ബൈപ്പാസിൽ കൂടെ പോകണ്ട, അപ്പുറത്തൂടെ പോകേണ്ടത്. പിന്നെ നമ്മുടെ സിറ്റി കൂടെ കയറി വന്നേ ഉള്ളൂ. വഴിയിലെല്ലാം അങ്ങനെ ആൾക്കാർ നിൽക്കുക. ആധാർക്കാർഡുള്ളതാണ്. ചെറിയൊരു ആധാർക്കാർഡ് ഒത്തിരി. ഇതാണ് രാജസ്ഥാനിലോട്ടും പ്രധാനമായിട്ടും വെള്ളം കൊണ്ടുവരുന്ന ഇന്ദിരാഗാന്ധി കനാല്. അപ്പുറത്തെ സൈഡിലൂടെ കാണാൻ പറ്റും. വീണ്ടും ഹൈവേയിലോട്ട് കയറി. ഇവിടെ എല്ലാം BSFന്റെ ക്യാമ്പ്. Continue on National Highway 68 for 49 kilometers. വീണ്ടും നമ്മൾ ടോൾ എത്തിയിരിക്കുന്നു. അമ്പലത്തിന്റെ അങ്ങോട്ടുള്ള അവസാനത്തെ ടോളാന്ന് തോന്നുന്നത്. അങ്ങനെ നമ്മൾ മരുഭൂമി റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ചെടികളൊക്കെ മാറി തുടങ്ങി. മണ്ണ് പൂഴി മണ്ണായി തുടങ്ങിയിട്ടുണ്ട്. ചെടികളൊക്കെ മാറി, ചെടിയുടെ ഷേപ്പൊക്കെ മാറി. ഇത് കീപ്പ് എന്ന് പറയുന്ന ചെടിയാണ്. കൾട്ടിവേറ്റഡ് ഏരിയ കീപ്പ് എന്നൊക്കെ പറയുന്ന ചെടികളാണ് ഇവിടെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. മരങ്ങളും കണ്ടു തുടങ്ങി. അവിടെ ചെമ്മരിയാടുകളെല്ലാം കൂടെ വെയിലത്ത് വന്ന് കിടക്കുന്നു. എങ്ങോട്ട് നോക്കിയാലും ഒരുപോലെ കാണും ഡെസേർട്ട്. കുറ്റിച്ചെടികളും ഇവിടെ ചെടികള് ഹെലികോപ്റ്റർ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇതിട്ടാണ് അതിന്റെ വിത്തുകളോ വിത്തുകളിട്ടാണ്. അങ്ങനെ ലഭിച്ചാണ് 1980 30 വർഷം പഴക്കമുള്ള ചെടികളാണ്. ബാന്തേപ്പോൻ ഇങ്ങോട്ടും പോയാലും ഇതുവഴി പോയാലും ബാന്തേപ്പോ. ഈ വഴി ബാന്തേപ്പോ അങ്ങനെ നമ്മൾ ചെറിയൊരു വില്ലേജിലോട്ട് വന്നിട്ടുണ്ട്. റണാവ്. ഇവിടെ എല്ലാം കുതിര ഉണ്ടല്ലോ, ഒട്ടകം ഉണ്ടല്ലോ. ഇവിടെ മാലും ഉണ്ടോ? ഒട്ടകങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്. പെട്രോൾ പമ്പ് ഉണ്ടോ നോക്കാം ആദ്യം. നോക്കും മരമെല്ലാം മണ്ണിനടിയിലായി പോട്ടാ. കാറ്റ് വന്നിട്ട് മണ്ണ് കൊണ്ടിടുന്നതാണ്. സാൻഡ് ഡ്യൂൺസ് നോക്കാൻ ഗീത പഠിച്ചിട്ടില്ലേ? സാൻഡ് ഡ്യൂൺസ് നമുക്ക് അവിടെ എല്ലാം. ഇനി അങ്ങോട്ട് നമുക്ക് ഇതുപോലെ വിശാലമായിട്ട് കിടക്കുന്ന ഡെസേർട്ട് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇങ്ങനെ വലിയ വലിയ മരങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്കുണ്ട്. ഇവിടെ ആണെങ്കിൽ വീടുകളൊന്നും ഇല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ 10-20 കിലോമീറ്റർ കഴിയുമ്പോൾ ചെറിയ വില്ലേജൊക്കെ കാണും. ഇവിടെ ആണെങ്കിൽ പെട്രോൾ പമ്പൊന്നും കാണത്തില്ല. കടകളിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇവിടെ 2 സൈഡിലും കെട്ടിയിട്ടേക്കുന്നത് മണ്ണ് റോഡിലോട്ട് ഇറങ്ങാതിരിക്കാനാണ്. അപ്പം നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കണ്ടു പോകാൻ. പക്ഷേ മൊബൈലിന് റേഞ്ചും ഇല്ല.
നമുക്ക് പെട്രോൾ അടിക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. കടയിലൊക്കെ നമുക്കല്ലാതെ കുറച്ചുകൂടെ പൈസ കൂടുതൽ കൊടുത്താൽ കിട്ടും. അങ്ങനെ നമ്മൾ വിശാലമായ വഴിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. റോഡിനെ കുറിച്ച് പറയാതിരിക്കുമ്പോൾ നല്ല അടിപൊളി റോഡാണ്. നല്ല സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ പറ്റും. വലിയ തിരക്കുമില്ല. ഇടയ്ക്കെങ്ങാനും 1-2 വണ്ടികൾ വന്നാലും ആയി. അപ്പം അടിപൊളി ട്രിപ്പാണ് അങ്ങോട്ട് തന്നോട്ട് മന്ദിറിലോട്ടുള്ളത്. പക്ഷെ പകൽ പോകണം. രാത്രിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടൊക്കെ ഉണ്ടായാൽ അറിയത്തില്ല. അതുകൊണ്ട് പകൽ പോകുന്നതാണ് നല്ലത്. നമ്മുടെ ഈ അമ്പലം എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ്റെ ബോർഡറിൽ വരുന്ന ഒരു അമ്പലമാണ്. അവിടുന്ന് നമുക്ക് ബോർഡറിലോട്ട് പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ ഓർത്തില്ല അതിൻ്റെ കാര്യം. അവിടുന്ന് തിരിച്ച് പോന്നു കഴിഞ്ഞിട്ടാണ് അവിടെ നിന്നാണ് ബോർഡറിൽ പോകുന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞത്. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്ന വഴിക്ക് കുഞ്ഞൊരു സിറ്റി കണ്ട് അവിടെ എന്തായാലും കൊണ്ട് നിർത്തി. അവിടെ നിന്ന് മന്ത്രി കയറിയിട്ട് വരാം. നമ്മളിപ്പം നമ്മുടെ വണ്ടിയുടെ പെട്രോളൊക്കെ തീരാറായി. അപ്പം ഇവിടെ ഒരു കട കണ്ടപ്പോൾ അവിടെ കയറി ചോദിച്ചതാണ് പെട്രോൾ കിട്ടുമെന്ന്. അപ്പോൾ ഇവിടെ മന്ദിരമുണ്ട്, അവിടെ കൂടെ കയറി നോക്കാം നമുക്ക്. ഈ കടയിൽ പെട്രോൾ കിട്ടും. മണിയടിക്ക്. ഇങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും നല്ല തണുപ്പുണ്ട് അമ്പലത്തിൽ. बहुत समय पहले मुस्लिम लोग ने बॉर्डर के पास वाले गांव पर काफी अत्याचार करके पूरा गांव के सभी लोगों को खत्म कर दिया। उस गांव में केवल एक गर्भवती महिला बची थी जो कि अपने गांव को छोड़कर अपने हेलो അങ്കിത്ത് വന്നില്ല. ഞാനും അബിയും കൂടെ മന്ത്രി പോയിട്ട് വന്ന്. അബി കാണുന്നില്ല. അബി ഇങ്ങോട്ട് നോക്കാം. തന്നോട്ട് 1 കിലോമീറ്റർ. പിന്നെ കിഷൻഗഡ് 24, ലോങ്കേവാല വാർ മെമ്മോറിയൽ 39 കിലോമീറ്റർ. അമ്പലത്തിൻ്റെ അടുത്ത് പോലീസ് സേന തന്നോട്ട്. അപ്പൊ നമ്മൾ ബോർഡറിന്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിന്റെ അടുത്താണ് ഈ അമ്പലം. അതാണോ റോഡിന്റെ സൈഡ് തന്നെ? In 400 meters, turn right. നമ്മൾ അമ്പലത്തിന്റെ അടുത്ത് എത്താറായി. only 1 കിലോമീറ്റർ. Turn right. ഒരു കാട് കയറിയിരിക്കുന്നു കാറിന്റെ പുറത്ത്. ആട് കാറിന്റെ പുറത്ത് കയറിയിരിക്കുന്നു. അതല്ലയോ? In 200 meters, sharp left. In 100 meters, turn. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി വണ്ടി പാർക്ക് ചെയ്യാൻ പോയേക്കുന്നു. അപ്പം നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് അവിടെ ഈ ഒട്ടകം കൊണ്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ നമ്മൾ അമ്പലത്തിൽ കൊടുക്കാൻ പ്രസാദം വാങ്ങിച്ചു. അവിടെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറാൻ 2 പേർ കൂടെ 100 രൂപ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒട്ടകത്തിനെയും കൊണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട് അവിടെ. അങ്ങനെ തന്നെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വന്നിട്ട് അകത്തോട്ട് കയറാമെന്ന് വിചാരിച്ചു. അകത്തോട്ട് ഉള്ളിലോട്ട് നമുക്ക് ഷൂ ഇട്ടുകൊണ്ട് പോകാം. പിന്നെ പുറത്തവിടെ ഊരി വെക്കാനും മരത്തിൻ്റെ മുകളിലൊക്കെ ഊരിയിടാനൊക്കെ പറ്റും. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ 1965 71 യുദ്ധത്തെ അനുസ്മരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ തന്നോട്ട് മന്ദിരാണിത്. ഇപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നത് BSFകാരാണ്.
1965 യുദ്ധസമയത്താണെങ്കിൽ അവിടെ ഇട്ട ബോംബുകളൊക്കെ അമ്പലത്തിൻ്റെ അവിടെ ഇട്ട ബോംബുകളൊന്നും പൊട്ടിയിട്ടില്ല. അതൊക്കെ ഇപ്പോഴും അമ്പലത്തിൻ്റെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന് ശേഷം 1971 യുദ്ധം ഉണ്ടായിരുന്നു. അപ്പോഴും അവരുടെ ടാങ്കൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതിന് ശേഷമാണ് ഈ BSFകാരുടെ നിയന്ത്രണത്തിലായത് ഈ അമ്പലം. ഇപ്പോൾ അവരാണ് അതിൻ്റെ പൂജയും കാര്യങ്ങളും മെയിൻ്റനൻസും എല്ലാം ചെയ്യുന്നത്. അപ്പം അതിന് 1971 യുദ്ധത്തിന് ശേഷമാണ് പിന്നെ അവിടെ ഒരു വിക്ടറി പില്ലർ സ്ഥാപിച്ചിട്ടുണ്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട്. അതാണ് നമുക്ക് പ്രധാനമായിട്ടും തനോട്ട് മാതാ മന്ദിർ എന്ന് പറയുമ്പോൾ കാണുന്നത്. പിന്നെ അകത്തൊക്കെ അത്യാവശ്യം നല്ല തിരക്കുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചതിനകത്ത് ഇങ്ങനെ 2 സാധനങ്ങളുണ്ടായിരുന്നു. അതവിടെ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത്. എനിക്കിതിനകത്തൊന്നും പറയാനറിയത്തില്ല എന്തിനാണ് ഇങ്ങനെ എന്നുള്ളതൊന്നും. അപ്പം നമ്മൾ അതുപോലെ 2 അവിടെ കെട്ടിയിട്ടു. അത് അമ്പലത്തിനകത്ത് നിറച്ച് ആടുകളുണ്ട്. ആടുകൾ ഇങ്ങനെ നടക്കുക, നല്ല രോമമുള്ള ആടുകൾ ഇങ്ങനെ കയറി അങ്ങനെ നടക്കുക. നമ്മളിങ്ങനെ മുട്ടാനൊക്കെ വരും. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന മിഠായിയൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാനൊക്കെ പറ്റും. അതൊക്കെ ഇങ്ങനെ കഴിച്ച് നടക്കാൻ പറ്റും. ഇത് അമ്പലത്തിൻ്റെ അകത്തുള്ളതാണ്. അതാണ് ഈ ബോംബുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. അന്ന് 120 ഇന്ത്യൻ പട്ടാളക്കാരും 2000-ഓളം പാകിസ്ഥാൻ പട്ടാളക്കാരും തമ്മിലാണ് ഏറ്റുമുട്ടിയത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അന്ന് വീണ ബോംബുകളൊക്കെയാണ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ അമ്പലത്തിനകത്ത് കയറി തൊഴുതു, പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് പുറകെ കൂടെയുള്ള വഴിയുണ്ട്, അതുവഴിയൊക്കെ ഇറങ്ങി വന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അമ്പലത്തിൽ നിന്ന് ദർശനമൊക്കെ കഴിഞ്ഞ് പ്രസാദം നമ്മൾ ഇതിൽ കൊടുക്കുന്നത് കിട്ടും. അതൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് ഇറങ്ങുവാണേ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ നമുക്കിങ്ങനെ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളൊക്കെ, തോക്കിൻ്റെ സാധനങ്ങളും അങ്ങനെയൊക്കെ വെച്ചിട്ട് കുറച്ച് ഡിസ്പ്ലേ ഒക്കെ ഉണ്ടായിരുന്നു. അതിനോട് ചേർന്നിട്ട് നമുക്കൊരു ഓഡിയോ വിഷ്വൽ ലാബും ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് അന്നത്തെ യുദ്ധത്തിൻ്റെതും അമ്പലത്തിൻ്റെതും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സമയമൊക്കെ ഒത്തിരി ലേറ്റായിട്ടായിരുന്നു. 1:30 ആയിരുന്നു സമയം കാണിച്ചിരുന്നത്. 2 മണിയായിട്ട് അവിടെ തുറക്കാഞ്ഞിട്ട് പിന്നെ ഞങ്ങളങ്ങ് പോയി. പിന്നെ അവിടെ ആണെങ്കിൽ ടോയ്ലറ്റ് ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടേക്ക് ഒന്ന് പോയിട്ട് പിന്നെ നമ്മളങ്ങ് തിരിച്ച് വണ്ടിക്കകത്തോട്ട് പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ കുറച്ചൊക്കെ ചാടി കയറി. എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ പോരുന്നു. പിന്നെ നമുക്ക് അടുത്തത് വാർ മ്യൂസിയം കാണാൻ പോകണമായിരുന്നു ലോങ്കേവാലയിൽ. അതുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഇവിടെ തനോട്ട് മാതാ വിക്ടറി പില്ലർ കാണാൻ പറ്റും. അത് 1971 വാറിന് ശേഷം, അതിൻ്റെ വിക്ടറിക്ക് ശേഷം സ്ഥാപിച്ചതാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇതാണ് ആദ്യം കാണുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. അവിടെ പിന്നെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിനി വണ്ടി പാർക്ക് ചെയ്തേക്കുന്നിടത്തോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണെങ്കിൽ ഇങ്ങനെ കുറേ പപ്പടക്കാരൊക്കെ ഉണ്ടായിരുന്നു. പപ്പടമൊക്കെ വറുത്ത് വെച്ചേക്കുന്നത്. അതിന് നമുക്ക് പറയുമ്പോൾ മസാല പപ്പടാക്കി തരും. ഒരെണ്ണത്തിന് 50 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരെണ്ണം വാങ്ങിച്ച്, നമ്മൾ ബിരിയാണി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാമെന്ന് പറഞ്ഞ് അതും ഒരെണ്ണം വാങ്ങിച്ചിട്ടാണ് അങ്ങോട്ട് പിന്നെ കാറിൻ്റെ അടുത്തോട്ട് പോയത്. പിന്നെ നമ്മൾ കാറിനകത്തിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് അടുത്ത വാർ മ്യൂസിയം കാണാനായിട്ട് പോയി. അപ്പോൾ നമ്മുടെ ജയ്സൽമേർ ട്രിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി നമ്മൾ പോയ ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഇടാം. ഇപ്പം തന്നെ ആൾറെഡി ലേറ്റാണ്. കുറച്ച് സമയത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് താമസിക്കുന്നത്. അപ്പം വീഡിയോ ഒരുപാട് ലെങ്തി ആയാലും ആൾക്കാർക്ക് കാണാൻ ബോറാവുമല്ലോ. അതുകൊണ്ട് ഇതിപ്പോൾ ആൾറെഡി അത്യാവശ്യം ലെങ്ത് ഉണ്ട്. കാരണം നമ്മൾ പോയ ഡെസേർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നീട് ഇത് നമുക്ക് കാണുമ്പോൾ ഒരു മെമ്മറി ആയിട്ടിരിക്കുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ വീഡിയോ ഇത്രയും നിർത്തുന്നു. ഇനി നമ്മൾ അടുത്ത വാർ മ്യൂസിയത്തിലോട്ട് പോവുകയാണ്. അപ്പം അവിടുത്തെ വീഡിയോ മുതലുള്ളത് നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.